രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയമാണ്. നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 65ാമത്തെ എപ്പിസോഡാണ്. 6ാമത്തെ ദശകമാണ്. 10ാമത്തെ ശ്ലോകമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിനകത്ത് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് കൃഷ്ണൻ്റെ കാമുകിയായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ചുകൾ നടത്തി അടുക്കിന് അവതരിപ്പിക്കുകയാണ്. നിങ്ങളത് കാണുക. പിന്നെ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം തേടുക. ബുധനാഴ്ചയാണ് മരണത്തെ കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉണ്ടായിട്ടുള്ളൂ, കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിൻ്റെ ക്ലാസ്സാണ് നമുക്ക് ബുധനാഴ്ച. വ്യാഴാഴ്ച ദിവസം അഷ്ടപതിയുടെ ക്ലാസ്സാണ്. പിന്നെ രാധാകൃഷ്ണന്മാർ നമ്മുടെ വീട്ടിൽ കുടികൊള്ളുന്നതിനും അനുഗ്രഹിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യത്തിനുമെല്ലാം വളരെ നല്ലതാണ്. അഷ്ടപതി മുടങ്ങാതെ കേൾക്കുക. അതേ കണക്കെല്ലാം വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, നിങ്ങളത് കേൾക്കുക. പിന്നെ അതല്ല, എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് എൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഫീസും എന്ത് ചെയ്യും, തിരിച്ചു തരുമെന്നാണ്. അപ്പോൾ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പിന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജ്യോതിഷപരമായ സംശയത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിയുമ്പോൾ അഷ്ടാവക്ര ഗീത കേൾക്കണം, ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രത്യേകം, അത് കേൾക്കണം. പിന്നെ കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 രാധേ
ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അതേ കണക്ക് നമുക്ക് രാധികാ കവചം 2 ഉണ്ട്. ഈ 2 രാധികാ കവചവും നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. അത് ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ പഠിപ്പിക്കുന്നത് ആദ്യം കേൾക്കുക, എന്നിട്ട് ഈ പാടിയിരിക്കുന്നത് കേൾക്കുക. പിന്നെ രാധാ സഹസ്രനാമം, അത് വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും 2 രീതിയിലും ഞാനത് ഇട്ടിട്ടുണ്ട്, കേൾക്കുക. കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എൻ്റെ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നിശ്ചയമായിട്ടും നിങ്ങളത് കാണണം. പിന്നെ നമുക്ക് ഇന്ന് നാരായണീയത്തിലേക്ക് കിടക്കാം. നമ്മുടെ നാരായണീയം പാടിത്തരുന്നത് മറ്റാരുമല്ല, ദ ഗ്രേറ്റ് സിംഗർ, the great singer, the great motivator. ആരായിരിക്കാം? കൃഷ്ണശ്രീ, നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ. ഇനി യാതൊരു ഇൻട്രൊഡക്ഷൻ്റെയും ആവശ്യമില്ല. ആൾ ഇന്ത്യ റേഡിയോയുടെ ഗ്രേഡഡ് നമ്പർ 1 ആർട്ടിസ്റ്റായ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ. ദൈവം നല്ല സ്വരം നൽകി വിരൽ തൊട്ട് അനുഗ്രഹിച്ച കൃഷ്ണശ്രീ. ജനം TV പാടൂ നീടൂവിലെ വിന്നറായി വന്ന മിടുക്കി. ഏഷ്യാനെറ്റിലെ സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റായ മിടുക്കി എന്ന് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്കൊരു കുഞ്ഞു വിഷമം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചു പരിഹരിക്കുന്ന മിടുക്കി നമ്പർ 1 വെൽ ഡൺ ടീച്ചർ. ഫ്ലവർ TV മ്യൂസിക്കൽ വൈഫ് റണ്ണറപ്പായി മാറി. പ്ലേബാക്ക് സിംഗർ, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ്, സ്റ്റേജ് പെർഫോമർ, ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനർ ആൻഡ് everything. That is our Krishnasri, the great Krishnasri. ഗുരുവായൂരപ്പൻ്റെ കഠിന ഭക്ത. 7ാം ദശകവും നമുക്ക് പാടിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കൃഷ്ണശ്രീക്ക് ഭയങ്കര തിരക്കാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കൃഷ്ണശ്രീ അത്രയും തിരക്കുണ്ടെങ്കിൽ ഞാൻ 7ാം ദശകം ആരെങ്കിലും കൊണ്ട് പാടിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ 7ാം ദശകവും പാടിത്തരും. അങ്ങനെ ഭക്തിയിൽ നിറഞ്ഞാണ് പാടുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക് പഠിക്കാൻ നിങ്ങളുടെ മക്കളെ കൃഷ്ണശ്രീയുടെ അടുക്കലേക്ക് വിടുക. കാരണം ഗുരുവായൂരപ്പൻ അങ്ങനെ നിറഞ്ഞു നിന്ന് അനുഗ്രഹിക്കുകയാണ്. കാരണം ഗുരുവായൂരപ്പന് വേണ്ടി കണ്ടില്ലേ, നമുക്കിപ്പോൾ എത്ര ശ്ലോകം പാടിത്തന്നു. 7ാമത്തെ ദശകം ഞാൻ പറഞ്ഞു, ആ തിരക്ക് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട, ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞപ്പോൾ ഇല്ല സാറേ, എത്ര തിരക്കുണ്ടെങ്കിലും ഗുരുവായൂരപ്പന് വേണ്ടി ഞാൻ പാടിത്തരും. അതുകൊണ്ടാണ് കൃഷ്ണശ്രീ അമേരിക്കയിൽ നിന്നും UK നിന്നും കാനഡയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ ആൾക്കാർ ഓൺലൈനായിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് പഠിക്കാൻ വരുന്നത്. കൃഷ്ണശ്രീ മോളുടെ ഈ എന്നാ പറയേണ്ടത്, ഈ ഒരു ഗുരുവായൂരപ്പ ഭക്തിയില്ലേ, കഠിനമായൊരു ഭക്തിയില്ലേ, അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. പിന്നെ എല്ലാവരെയും ഇങ്ങനെ തുല്യമായി കാണാൻ സാധിക്കുന്നത് ആ ഗുരുവായൂരപ്പ ഭക്തിയിലാണ്. അപ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൃഷ്ണശ്രീയുടെ അടുത്ത് ഓൺലൈനിലൂടെ പാട്ട് പഠിക്കാം. നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെ പഠിക്കാം. നിങ്ങളുടെ അരങ്ങേറ്റവും ഒക്കെ ഗംഭീരമായി നടത്തും. അതേ കണക്ക് തന്നെ റിയാലിറ്റി ഷോയിൽ മിടുമിടുക്കി. റിയാലിറ്റി ഷോയിൽ നിങ്ങളെ മക്കളെ റിയാലിറ്റി ഷോയിൽ വിടുന്നുണ്ടെങ്കിൽ കൃഷ്ണശ്രീ മിടുക്കിയാണ്. സിൻസിയർ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാകില്ല. കാരണം അങ്ങനെയാണ് കൃഷ്ണശ്രീ, അങ്ങനെയാണ്. നമുക്ക് ആ ഭക്തിയിൽ മുഴുകി നിൽക്കുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്രയ്ക്ക് ഭക്തിയാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്ലോകങ്ങൾ നാരായണിയൊക്കെ ഇങ്ങനെ പാടാൻ എന്തൊരു ഉത്സാഹമാണ്. ഇത്ര തിരക്കിനിടയിലും അതിന് ഉത്സാഹം കാണിക്കുന്നില്ലേ? എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കൃഷ്ണശ്രീയുടെ ഫോൺ നമ്പർ ഞാൻ കൃഷ്ണശ്രീ പാടുന്നതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കണമെങ്കിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണശ്രീ അതിമനോഹരമായി പാടാൻ പോകുന്നു. കേട്ടുകൊള്ളൂ.
ईदृजगन्मयवपुस्तव कर्मभाजा कर्मावसानसमये स्मरणीयमाहुः तस्यान्तरात्मवपुषि विमलात्मनीति वातालयाधिपनमोऽस्तु निरुन्धिरोगा. അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് നോക്കാം. ഈ ദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാധാലയാധിപ നമോ അസ്തു നിരുന്ധിരോഗാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പ്രധാനമെന്ന് ഞാൻ പറഞ്ഞു തരാം. എഴുതിക്കോ. ഈ ദൃക് അർത്ഥം ഇപ്രകാരമുള്ള, ഈ ദൃക് അർത്ഥം ഇപ്രകാരമുള്ള, ജഗന്മയ വപുസ്തവ ജഗന്മയമായ ശരീരം ഉള്ളവനെ, ജഗന്മയമായ അങ്ങയുടെ ശരീരം എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ എഴുതിയാൽ മതി. ജഗന്മയ വപുസ്തവ, വപുസ് എന്ന് പറഞ്ഞ ശരീരം, തവ അങ്ങയുടെ. അപ്പൊ ജഗന്മയ വപുസ്തവ അർത്ഥം ജഗന്മയമായ അങ്ങയുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ജഗത്ത് ലോകം, ഈ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരം. കർമ്മഭാജാം അർത്ഥം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക്, കർമ്മഭാജാം അർത്ഥം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക്. കർമ്മ അവസാന സമയേ അർത്ഥം കർമ്മം അവസാനിക്കുന്ന സമയത്ത്, കർമ്മ അവസാന സമയേ കർമ്മം അവസാനിക്കുന്ന സമയത്ത്. സ്മരണീയമാഹു അർത്ഥം ഓർമ്മിക്കേണ്ടതാണ്, സ്മരണീയമാഹു ഓർമ്മിക്കേണ്ടതാണെന്ന് പറയപ്പെടുന്നു, ആഹു പറയപ്പെടുന്നു. തസ്യ അന്തരാത്മ വപുഷേ, തസ്യ അന്തരാത്മാ വപുഷേ ആ വിരാട് മൂർത്തിയുടെ ശരീരം, ആ വിരാട് മൂർത്തിയുടെ ശരീരം. വിമലാത്മനെ പരിശുദ്ധാത്മാവേ, വിമലാത്മനെ പരിശുദ്ധാത്മാവേ. തേ തേ ഭഗവാന്റെ, തേ ഭഗവാന്റെ. വാതാലയാധിപ അർദ്ധം ഗുരുവായൂരപ്പ, വാതാലയാധിപ അർദ്ധം ഗുരുവായൂരപ്പ. നമോസ്തു നമസ്കാരം. നിരുന്ധി രോഗാൻ അർദ്ധം രോഗങ്ങളെ ഇല്ലാതാക്കണേ, രോഗങ്ങളെ ഇല്ലാതാക്കണേ. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം എന്നറിയാമോ? നിങ്ങൾ പൊതുവെ നാരായണീയം രോഗശമനത്തിനുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് രോഗമൽപ്പം കഠിനമായാൽ ആ സമയത്ത് ഈ ശ്ലോകം എടുത്തു വെച്ച് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നിരന്തരം ജപിച്ചാൽ മതി. ഇതൊരു മന്ത്രം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഠിനമായ രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ രോഗം കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ മന്ത്രമെടുത്ത് നിരന്തരം ജപിക്കുക. വളരെ വേഗം നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തും, ഗുരുവായൂരപ്പൻ പ്രസാദിക്കും എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഇപ്രകാരമുള്ള ഭഗവാന്റെ ജഗന്മയമായ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ശരീരം. ഭഗവാന്റെ ദേഹത്ത് തന്നെയാണ് പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും മനുഷ്യനും അസുരന്മാരും ഭൂലോകവും സർവവും. അതാണ് ജഗന്മയ ശരീരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഇപ്രകാരമുള്ള ഭഗവാന്റെ ജഗന്മയമായ ശരീരം ഓരോ കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്നവർക്ക് കർമ്മം അവസാനിക്കുന്ന സമയത്ത്, മരണം അടുക്കുന്ന സമയത്ത് ധ്യാനിക്കാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു.
അതാണ് കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യർക്ക് കർമ്മം അവസാനിക്കുന്നു, മരണം അടുക്കുന്ന സമയത്ത് അത് ധ്യാനിക്കാൻ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, ആ വിശ്വമൂർത്തിയായ വിരാട് ദേഹമാണ് അങ്ങയുടെ ശരീരം. ആ വിരാട് മൂർത്തിയുടെ ശരീരത്തിൻ്റെ അന്തരാത്മാവെന്ന് പറയുന്നത് അങ്ങേയറ്റം പരിശുദ്ധമാണ്. അങ്ങനെ പരിശുദ്ധമായ വിരാട് മൂർത്തിയുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവായി സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. മനസ്സിലായോ? ഏറ്റവും വലിയ പരിശുദ്ധാത്മാവാണ് ഭഗവാൻ. ആ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നത് ജഗന്മയമായ വിരാട് രൂപമാണ്. അപ്പൊ ജഗന്മയമായ വിരാട് രൂപത്തിൻ്റെ ഉള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പരിശുദ്ധാത്മാവ് വിലസുന്നു. ആ പരിശുദ്ധാത്മാവായ ശ്രീകൃഷ്ണനെ ഞാൻ നമിക്കുന്നു. ഭഗവാനെ, എൻ്റെ രോഗങ്ങളൊക്കെ നീ എനിക്കില്ലാതാക്കി തരേണമേ. അപ്പോൾ പറഞ്ഞ മനസ്സിലായല്ലോ, ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇതേ ഉള്ളൂ. എന്താണ് ഭഗവാന്റെ ജഗന്മയമായ ശരീരം എന്ന് പറയുന്നത്? കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ ധ്യാനിക്കാൻ അത്യുത്തമമാണ്. കാരണം ആ രൂപം, ആ വിരാട് രൂപത്തിൻ്റെ ഉള്ളിൽ വിലസുന്നത് ആരാണ്? പരിശുദ്ധാത്മാവായ ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാനെ, എൻ്റെ രോഗങ്ങൾ ഇല്ലാതാക്കി തരേണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് രോഗങ്ങൾ കൂടിയാൽ ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ട് ഈ ശ്ലോകം ചൊല്ലിയാൽ മതി, വളരെ വേഗം ശമനം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം. എന്താ ഒന്നാമത്തെ വരി? ഈ ദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജ. ഈ ദൃക് ഇപ്രകാരമുള്ള ജഗന്മയ വപുസ്തവ, ജഗന്മയമായ ഭഗവാന്റെ ശരീരം, കർമ്മഭാജ, കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക്. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരം ജഗന്മയമാണ്. രണ്ട്, ഭൂമിയിലെ മനുഷ്യര് കർമ്മഭാജ, കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഭഗവാന്റെ ശരീരം ജഗന്മയമാണെന്ന് പറഞ്ഞത്? ഈ ജഗത്ത് മുഴുവനും എവിടെയുണ്ട്? ഭഗവാന്റെ ശരീരത്തിലുണ്ട്. മുൻ ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഭഗവാന്റെ പാദത്തിൻ്റെ അടിഭാഗം പാതാളം എന്ന ലോകം, മുകൾ ഭാഗം രസാതലം എന്ന ലോകം, മുഴങ്കാല് തലാതലം, കാൽമുട്ട് സുതലം എന്ന ലോകം, തുട വിതലം അതലം എന്ന ലോകം, അരക്കെട്ടിൻ്റെ മുൻഭാഗം ഭൂലോകമാകുന്നു. അതേ കണക്ക് പൊക്കിൾക്കുഴി ആകാശമാകുന്നു, മാറിടം സ്വർലോകമാകുന്നു, കഴുത്ത് മകർലോകമാകുന്നു, മുഖം ജനലോകമാകുന്നു. പിന്നെ നമ്മൾ ഭൂമിയിൽ കാണുന്ന സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, കാറ്റ്, സകലതും 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 ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ജഗന്മയൻ എന്ന പേര് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ജഗന്മയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ജഗം എന്ന് പറഞ്ഞാൽ ലോകം. ഈ ലോകം മുഴുവനും ശരീരത്തിൻ്റെ, ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നു. ഇനി രണ്ടാമത് പറയുന്നത്, ഭൂമിയിലെ മനുഷ്യര് കർമ്മഭാജ, കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. മനുഷ്യര് മുഴുവനും കർമ്മബദ്ധരാണ്. ഇതിന് നമുക്ക് രണ്ടർത്ഥങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ അർത്ഥം, ലൗകികമായ പ്രവർത്തികളിൽ മുഴുകുന്നവര്, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സല്യാദികളിൽ മുഴുകി അതിന് വിധേയരായി പലവിധ കർമ്മം എന്ന് പറഞ്ഞാൽ കോപിക്കുക, പിന്നെ സ്ത്രീകളുമായി കാമം എന്ന കർമ്മത്തിൽ ഏർപ്പെടുക, സ്വത്തുക്കളൊക്കെ സമ്പാദിക്കാനായിട്ട് കിടന്ന് പ്രവർത്തിക്കുക, അങ്ങനെ പലവിധ കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നവർ ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ശ്രവണം, സ്മരണം, കീർത്തനം, വന്ദനം, അർച്ചനം എന്നീ കർമ്മങ്ങൾ നടത്തുന്നവർ. അതായത് രണ്ടാമത്തെ വിഭാഗം ആധ്യാത്മികമായ മാർഗത്തിൽ തന്നെ തിരിഞ്ഞ് ആധ്യാത്മിക കർമ്മങ്ങൾ ചെയ്യുന്നവർ. ഒരു കൂട്ടർ ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നവർ, മറുകൂട്ടർ ആധ്യാത്മിക കർമ്മങ്ങൾ, ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക, കേൾക്കുക, അതിനെക്കുറിച്ച് ഓർക്കുക, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് ഇങ്ങനെ
കീർത്തനങ്ങൾ പാടുക, ഭഗവാനെ വന്ദിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ പറഞ്ഞ് ഭഗവാനെ പൂജിക്കുക, അങ്ങനെ കർമ്മങ്ങൾ നടത്തുന്നവർ. ഈ രണ്ട് കൂട്ടരെയുമാണ് നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് കർമ്മഭാജ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ഒന്നാമത്തെ വരിയുടെ അർത്ഥം വ്യക്തമായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. എന്താ രണ്ടാമത്തെ വരി? കർമ്മ അവസാന സമയേ സ്മരണീയമാകൂ. കർമ്മം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും? സ്മരിക്കണം, ഓർമ്മിക്കപ്പെടണം എന്ന് ആഹു പറയപ്പെടുന്നു. അപ്പൊ രണ്ടാമത്തെ വരിയിൽ പറയുന്നത് ഇതാണ്. കർമ്മം അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കർമ്മങ്ങൾ രണ്ട് വിധം. ഒന്ന് ലൗകിക കർമ്മം, രണ്ട് ആധ്യാത്മിക കർമ്മം. ഈ രണ്ട് കർമ്മങ്ങളിൽ മുഴുകിയാണ് നമ്മൾ ജീവിക്കുന്നത്. ചിലർ ലൗകിക കർമ്മങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കും, ചിലർ ആധ്യാത്മിക കർമ്മങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കും, ചിലർ കുറച്ച് ലൗകികവും കുറച്ച് ആധ്യാത്മിക കർമ്മങ്ങളിലും മുഴുകി ജീവിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് കർമ്മമുക്തിയെപ്പറ്റി ചിന്തിക്കേണ്ടി വരും. എങ്ങനെയാണ് കർമ്മമുക്തി ഉണ്ടാകുന്നത്? കർമ്മങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ചു കേൾക്കൂ. നമ്മൾ വളരെ ശ്രേഷ്ഠമെന്ന് കരുതിയതും വളരെ വിലപ്പെട്ടതെന്ന് കരുതിയതും എങ്ങനെയും നേടണമെന്ന് ആഗ്രഹിച്ചതും എങ്ങനെയും നമുക്ക് സ്വന്തമാക്കിയേ പറ്റൂ എന്ന് കരുതിയതും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞതും, അപ്പം നമ്മളെ മോഹിപ്പിച്ച കാര്യങ്ങളും അതേ കണക്ക് നമുക്ക് അവജ്ഞ ഉണ്ടാക്കിയ കാര്യങ്ങളും, അങ്ങനെ നമ്മളെ പ്രലോഭിപ്പിച്ചതും നമുക്ക് അവജ്ഞ ഉണ്ടാക്കിയ കാര്യങ്ങളും, ഇത് രണ്ടും ഭഗവാന്റെ ശരീരത്തിൻ്റെ അല്പമാത്രമായ ചില കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം അപ്പം നമുക്ക് മനസ്സിലാകും ഈ കർമ്മങ്ങൾ കൊണ്ടിനി എന്ത് കാര്യം. നേടിയതും തള്ളിക്കളഞ്ഞതും എല്ലാം നീയേ ഭഗവാനേ. പിന്നെ ഈ കിടന്നുള്ള പാച്ചിലിൽ ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കും. അതോടുകൂടി നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടും. അങ്ങനെ മുക്തി നേടണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടി നമ്മൾ ഭഗവാനെ സ്മരിക്കണം. അപ്പൊ എത്ര കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായാലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് ബോധ്യമാകും ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒന്നും നേടാനില്ല, ഒന്നും നേടിയിട്ടില്ല, ഇതൊക്കെ ഭഗവാന്റെ ശരീരത്തിൻ്റെ ചില അംശങ്ങളാണ്. അപ്പം ഞാൻ ഒന്നും നേടിയിട്ടില്ല, ഞാൻ നേടിയതെല്ലാം ഏതാണ്? ഒരു കാര്യവുമില്ലാത്തതാണെന്ന ബോധ്യം വരുമ്പോൾ കർമ്മങ്ങൾ അവസാനിക്കും, കർമ്മങ്ങളിൽ നിന്ന് മുക്തി വരും. ആ സമയത്ത് ഭഗവാനെ നമ്മൾ സ്മരിക്കണം. നമുക്കിനി മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനേതേ എന്ന് പറഞ്ഞാൽ തസ്യ അന്തരാത്മവപുസേ, ഈ വപുസ് ശരീരത്തിൻ്റെ അകത്തൊരു അന്തരാത്മാവുണ്ടെന്നും അത് വിമലാത്മനേതേ, അത് അങ്ങേയറ്റം പരിശുദ്ധമാണെന്നും പറയുന്നു. അതായത് മൂന്നാമത്തെ വരിയുടെ അർത്ഥമെന്ന് പറയുന്നത് വിശ്വമൂർത്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജഗന്മയമായ ശരീരമാണ് വിരാട് രൂപമെന്ന് പറയുന്നത്. ഈ 7-14 ലോകങ്ങളും ഉൾക്കൊള്ളുന്ന വിരാട് രൂപം. ആ വിരാട് രൂപത്തിൻ്റെ ഉള്ളിൽ അസാധാരണമായ ഒരു പ്രകാശമുണ്ട്, ഒരു തേജസ്സുണ്ട്, അഭൗമമായ ഒരു തേജസ്. ആ തേജസ്സിനെയാണ് അന്തരാത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ തേജസ് അല്ലെങ്കിൽ അന്തരാത്മാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ജഗന്മയമായ വിരാട് രൂപമല്ല, ആ രൂപത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അഭൗമമായ പ്രകാശമാണെന്ന് മനസ്സിലാക്കുക. ഇതിലൂടെ ഭട്ടതിരിപ്പാട് മറ്റൊന്നും പറഞ്ഞു തരുന്നു, ശ്രദ്ധിച്ചു കേട്ടോളണം. ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഭഗവാന്റെ വിരാട് രൂപം, ആ രൂപമല്ല ഭഗവാൻ, ആ രൂപത്തിൻ്റെ ഉള്ളിലൊരു അഭൗമമായ തേജസ്സുണ്ട്. ആ തേജസ്സിൻ്റെ ശക്തിയിലാണ് ഈ രൂപം പ്രവർത്തിക്കുന്നത്. ആ തേജസ്സാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുപോലെ നമ്മളുടെയൊക്കെ ഈ ശരീരമാണ് ഞാനെന്ന് കരുതരുത്.
ഇതിൻ്റെ ഉള്ളിലൊരു അഭൗമമായ തേജസ്സുണ്ട്. ആ തേജസ്സിനെയാണ് ഞാനെന്ന് പറയുന്നത്. അത് ശരിക്കും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതായത് ഭഗവാന്റെ തേജസ് ഒരു അഗ്നിയാണെന്ന് കരുതിയാൽ അതിലെ ഒരു തീപ്പൊരിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. ഭഗവാൻ ഒരു സമുദ്രമാണെന്ന് കരുതിയാൽ ആ സമുദ്രത്തിലെ ഒരു തുള്ളിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ശരീരം വെടിയുന്ന അവസരത്തിൽ ഈ തീപ്പൊരി തിരിച്ചു ചെന്ന അഗ്നിഗോളത്തിൽ ചേരണം. അല്ലെങ്കിൽ ഈ സമുദ്രത്തിലെ ജലത്തുള്ളി തിരിച്ചു ചെന്ന് സമുദ്രത്തിൽ ചേരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണമടുക്കുന്ന സമയത്ത്, ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്ന സമയത്ത്, ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ആ വിരാട് രൂപത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന തേജസ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ നമ്മുടെ ശരീരം അത്രമേൽ ശുദ്ധമായിരിക്കണം. ജനിച്ചു വീണ സമയത്ത് നിങ്ങളുടെ ശരീരം എന്ത് ശുദ്ധമായിരുന്നു, അതിനുശേഷം അസൂയയും പിന്നെ പകയും പലതും നേടിയെടുക്കണമെന്ന ആഗ്രഹവും വന്ന് നിങ്ങളാകെ മലിനമായി പോയി, അഴുക്കായിപ്പോയി. നിങ്ങൾ നിങ്ങളുടെ ദേഹം മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ, മനസ്സ് വൃത്തിയാക്കുന്നില്ല. നോക്കൂ, ജനിച്ചു വീണ ഒരു കുഞ്ഞ്, അത് നിഷ്കളങ്കനാണ്, അതിന് അസൂയയില്ല, ഒന്നും സ്വന്തമാക്കണമെന്നില്ല. ആ രൂപത്തിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ആക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ ഉള്ളിലുള്ള അഗ്നിഗോളത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂ. ഭഗവാന്റെ വിരാട് രൂപത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ അഭൗമമായ തേജസ്സിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോണോ? ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് പക, വിദ്വേഷം, ആഗ്രഹം, പിന്നെ സന്തതികളുടെ ഉയർച്ച, അത് ഇത് എല്ലാം കളഞ്ഞ് പിറന്നു വീണ ഒരു കുഞ്ഞ് ഒന്നും ചിന്തിക്കാതെ പരമാനന്ദത്തിൽ മുഴുകുന്നത് പോലെ ഭഗവാനെ സ്മരിച്ച് കഴിയുക. അപ്പോൾ ഇനി നമുക്ക് 4ാമത്തെ വരി, അതായത് അവസാനത്തെ വരിയിലേക്ക് കിടക്കാം. വാതാലയ അധിപ നമോസ്തു നിരുന്ധി രോഗൻ. അപ്പോൾ എന്താ പറഞ്ഞ? വാതാലയ അധിപൻ ഗുരുവായൂരപ്പൻ, നമോസ്തു നമസ്കരിക്കുന്നു, നിരുന്ധി രോഗാൻ രോഗങ്ങളെ ഇല്ലാതാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വാതാലയ അധിപ എന്ന് വിളിച്ചിരിക്കുന്നു. എന്താണ് ഈ വാദം? എന്താണ് ആലയം? ആലയം വീട്, വാദങ്ങളുടെ ആലയം, വാദങ്ങളുടെ വീടാണ് വാതാലയം. ഇവിടെ വാദങ്ങൾ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ എന്ന വാദങ്ങളുടെ ആലയം വീട്. അപ്പൊ പഞ്ചഭൂതങ്ങൾ ഇരിക്കുന്ന വീടാണ് ഈ ശരീരം. എൻ്റെയും നിങ്ങളുടെയും ശരീരം പഞ്ചഭൂതങ്ങൾ ഇരിക്കുന്ന വീടാണ് എന്ന് പറഞ്ഞാൽ വാദങ്ങളുടെ ആലയമാണ്. അതിനാൽ നമ്മുടെ ശരീരത്തെ വാതാലയം എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരീരമാകുന്ന വാതാലയത്തിന് ഒരു അധിപനുണ്ട്. അതായത് നമ്മൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു, അതിന് ഒരു ഹൗസ് ഓണർ ഉണ്ട്. ആ ഹൗസ് ഓണറാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരമാണ് വാതാലയം. ഈ വാതാലയത്തിൻ്റെ ഉടമസ്ഥനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ഒരു വീടിൻ്റെ ഉടമസ്ഥന് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും റിപ്പയർ പണികൾ നടത്താം. നമ്മളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്, ആ വീട്ടുടമസ്ഥന് എപ്പോൾ വേണമെങ്കിലും അതിൽ റിപ്പയർ പണി നടത്താം. അതുപോലെ നമ്മൾ ഈ ശരീരത്തിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇതിൻ്റെ അധിപൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ റിപ്പയറുകൾ നടത്താം. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് കവി പറയുകയാണ്, പഞ്ചപ്രാണങ്ങൾ കുടികൊള്ളുന്ന ഈ ശരീരത്തിൻ്റെ അധിപനായ, വാതാലയത്തിൻ്റെ അധിപനായ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്ന്, ഈ ശരീരത്തിൽ രോഗങ്ങൾ വരാതെ രക്ഷിക്കണേ. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഒരു രോഗമുക്തി മന്ത്രമാണ്. നാരായണീയത്തിലെ എല്ലാ ശ്ലോകവും അങ്ങനെയാണ്.
പക്ഷേ ഈ മന്ത്രം നിങ്ങൾക്ക് കഠിന രോഗങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം എടുത്ത്, ഇതൊരു മന്ത്രമാണ്, ശ്ലോകം എന്ന് പറയാൻ പറ്റില്ല, ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിശ്ചയമായും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ രോഗത്തിന് ശമനം വരുത്തും. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഭട്ടതിരിപ്പാടിനെ പോലെ ഞങ്ങളും പറയുന്നു, ഭഗവാനേ ശ്രീകൃഷ്ണ, പഞ്ചപ്രാണങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീടാണ് ഞങ്ങളുടെ ശരീരം. ഈ ശരീരത്തിന് ഒഴിയുന്നത് വരെ രോഗങ്ങൾ വരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. ഈ ശരീരം ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒഴിഞ്ഞു തരാമേ. ഭഗവാൻ ആവശ്യപ്പെടുന്ന മുഹൂർത്തത്തിൽ ഈ ശരീരം ഞങ്ങൾ വാടക വീട് ഒഴിഞ്ഞു തരാം. അതുവരെ ഭഗവാനെ രോഗങ്ങൾ വരാതെ കാക്കണേ ഭഗവാനെ. ഞങ്ങൾക്ക് രോഗങ്ങൾ വരുത്തരുതേ ഭഗവാനെ. എനിക്ക് രോഗം വരുത്തരുതേ. എൻ്റെ രാധേ ചാനൽ കാണുന്ന ആർക്കും രോഗങ്ങൾ വരുത്തരുതേ. എന്നെയും രാധേ ചാനൽ കാണുന്നവരെയും കൃഷ്ണ ഗുരുവായൂരപ്പ രോഗങ്ങൾ വരുത്താതെ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. പൊന്നു ഗുരുവായൂരപ്പ കാത്തുരക്ഷിക്കണേ. രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ ഓ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാ.